ആക്ച്വലി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റിലല്ല നമ്മൾ ഇത് ചെയ്തത് തന്നെ. നമ്മളിത് തുടങ്ങാണ്ടായാലും ബ്ലൂ ആങ്കർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ലോജിസ്റ്റിക്സ് കമ്പനി ഉണ്ട്. ഫ്രഷേഴ്സിന് എടുത്ത് ചെയ്യണമെന്ന് നമ്മളുടെ ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ എന്ത് ആഗ്രഹിക്കണോ അത് മാർക്കറ്റിൽ അവർ പെർഫോം ചെയ്യണം എന്നുള്ളതായിരുന്നു നമ്മളുടെ ഒരു ആഗ്രഹം. ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഹണ്ട് തുടങ്ങിയ ഒരു സമയത്ത് പല ആളുകളും വന്നു. നമ്മുടെ പരിചയത്തിലും അല്ലാതെയുള്ള ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചായിരുന്നു 99% ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് സർട്ടിഫിക്കറ്റ് ആയിട്ട് വന്നതാണ്. ഇവരെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ പല ആൾക്കാരും നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാതെ തന്നെ വേണ്ടത് തോന്നാനുള്ള അത്രയും ഒരു ഇതായിട്ടുള്ള രീതിയിലാണ് അവർ ഒരു ഇൻ്റർവ്യൂവിന് പോലും വന്നിട്ടുണ്ടായി. ബാക്കിയുള്ള ആളുകൾ പല ആൾക്കാരോടും സംസാരിച്ച് തുടങ്ങി കഴിയുമ്പോൾ അവർക്ക് തിയറി എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്, എന്തോ കാണപ്പടം പഠിച്ച പോലെ നമ്മളത് ചോദിക്കുമ്പോൾ കണ്ണു മുകളിലേക്ക് പോയിട്ട് എന്തോ ഒക്കെ ഓർത്തെടുത്തിട്ട് പറയുന്നല്ലാതെ അതിൻ്റെ അപ്പുറത്ത് ലക്ഷക്കണക്കിന് രൂപ ഫീസ് കൊടുത്ത് പഠിച്ചു വന്നവർക്ക് പോലും സാധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു സമയത്താണ് ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് ഒരു ഫ്രഷർ എടുക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തു. ആ ഒരാൾ എന്നുള്ളത് പിന്നെ പലരും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 3 പേരെ നമ്മൾ ഫ്രഷേഴ്സിനെ എടുക്കേണ്ടതായിട്ട് വന്നു. ഇപ്പോൾ ഒരു റെക്കമെൻഡേഷനിലോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടായിരുന്നു. അവരെ നന്നായിട്ട് ഈ ഇൻഡസ്ട്രിക്ക് പറ്റുന്ന ആക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നമുക്ക് നമ്മളുടെ ഇത്ര നാൾ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്കത് സാധിക്കുന്നുണ്ടായി. നമ്മളുടെ സുഹൃത്തുക്കളും എല്ലാവരും ഈ ഫീൽഡിലുള്ളത് തന്നെ ഇവർക്ക് എല്ലാവർക്കും ആ ആളുകളായിട്ടും ഈ ഇൻഡസ്ട്രി തന്നെയുള്ള ആളുകളായിട്ടുള്ള ഇൻട്രാക്ഷനുകൾക്കുള്ള അവസരങ്ങൾ ഒരുപാട് കിട്ടുന്നുണ്ടായിരുന്നു. പല രീതിയിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ തന്നെ ഒരുപാട് അവസരങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് കിട്ടിയ ഈ ആൾക്കാർ വളരെ റോ ആയിരുന്ന ആൾക്കാരിൽ നിന്ന് ഇവരെ പെർഫെക്റ്റ് പ്രൊഫഷണൽസ് ആക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ച് വരുന്ന ആളുകൾക്ക് ഇത് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള 2 കാര്യങ്ങളും കൂടി എടുത്തിട്ട് നമ്മൾ എന്തുകൊണ്ട് നമുക്കൊരു ഫിനിഷിംഗ് സ്കൂൾ എന്നുള്ളൊരു കോൺസെപ്റ്റ്, അതുവരേക്കും ലോജിസ്റ്റിക്സിനൊരു ഫിനിഷിംഗ് സ്കൂൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഒരു ഫിനിഷിംഗ് സ്കൂൾ കോൺസെപ്റ്റിൽ അധികം ആളുകളെ വെക്കാനോ അല്ലെങ്കിൽ ക്ലാസ് റൂമുകൾ ഉണ്ടാക്കാനോ ഒന്നും നമ്മൾ റെഡി ആയിട്ടില്ല. അന്നും അതെ ഇന്നും അതെ. നമ്മൾ മാക്സിമം ഒരു 15 പേരെയൊക്കെ ആയിരിക്കും നമ്മൾക്ക് എടുക്കാൻ പറ്റുക. അവരെ നമ്മൾ പെർഫെക്റ്റ്ലി ഗ്രൂം ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു മോട്ടോ. അവർ വേറെ ക്ലാസ് റൂം സ്റ്റൈലിലും അല്ല, നമ്മളുടെ ഓഫീസ് സെറ്റപ്പിൽ എങ്ങനെയായിരിക്കും, നമ്മളുടെ കോൺഫറൻസ് ഹോളിൽ എങ്ങനെയായിരിക്കും അവരെ ഗ്രൂം ചെയ്യുന്നു. അവരെ ഈ ഫീൽഡിലുള്ള ബാക്കി പ്രൊഫഷണൽസായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതാണ് നമ്മളുടെ ഒരു രീതി.